കാക്കനാടുകാരനാണ്. വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. MGR സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. വൈകുന്നേരം 3 മണി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും പോകാം. കൃത്യം 3 മണിയാകുമ്പോൾ എത്തിയാൽ മതിയെന്ന് അമീറിന്റെ നിർദ്ദേശം. അടുത്തുള്ള മലയാളി ഹോട്ടലിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ച് അമ്മ മ്യൂസിയം കാണാൻ തീരുമാനിച്ചു. ഇവിടെ മറീന ബീച്ചും അതിനിടയിൽ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ബസ്സിൽ പോകാമെന്നുള്ള തീരുമാനത്തിലാണ് സ്റ്റോപ്പിലേക്ക് നടന്നത്. ഇപ്പോൾ മുൻപരിചയമുള്ള പോലെ കുറെ ഓട്ടോക്കാർ ഞങ്ങളുടെ മുന്നിലെത്തി. എവിടെ പോകാനാണ്, എങ്ങോട്ട് പോകാനാണ് എന്നുള്ള ചോദ്യങ്ങളായി. ഇന്ന സ്ഥലത്തേക്കാണെന്നറിഞ്ഞപ്പോൾ ഓട്ടോയിൽ പോകാൻ 50 രൂപ മതി, ബസ്സിലാണെങ്കിൽ 30 രൂപയാകുമെന്ന് പറഞ്ഞു. അണ്ണനും തമ്പിയുമല്ലേ, കൂടുതലൊന്നും ചിന്തിച്ചില്ല, ചാടി ഓട്ടോയിൽ കയറി. ഇതിനിടയിൽ കേരള നമ്പ ഊരുമാതിരി എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. യാത്രയുടെ അവസാനം അണ്ണാ തമ്പിയെല്ലാം മറന്നു ഒരാൾക്ക് 50 രൂപ വീതം വാങ്ങി. വെറും 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അണ്ണന് ചേട്ടന്മാരുടെ വക നല്ല നമസ്കാരം കൊടുത്ത് ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് പ്രവേശിച്ചു. MGRന്റെയും ജയലളിതയുടെയും ശവകുടീരങ്ങൾ, അവരുടെ ചെറുപ്പകാലം മുതലുള്ള ഫോട്ടോകൾ, അവരുമായി ബന്ധപ്പെട്ട ഉന്നതരുടെ എല്ലാം ഫോട്ടോകളും, AI സംവിധാനത്തോടുകൂടി അമ്മയോട് സംസാരിക്കാനും സെൽഫി എടുക്കുവാനുമുള്ള സൗകര്യങ്ങൾ, ഇവയൊക്കെയാണ് മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ. ഇനി മറീന ബീച്ചാണ് ലക്ഷ്യം. ചുട്ടുപൊള്ളുന്ന വെയിലും കണ്ണെത്താ ദൂരത്തുള്ള കടൽക്കരയും കണ്ടപ്പോൾ സാഹസത്തിന് മുതിർന്നില്ല. ഇനി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ശ്രമമാണ്. ഏകദേശം 15 കിലോമീറ്ററോളം വരുന്ന ദൂരമുണ്ട് സുഹൃത്തിന്റെ വീട്ടിലേക്ക്. ഒരു അനുഭവമുള്ളതിനാൽ ഓട്ടോക്കാരോട് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു. ഇനി അന്തമാതിരി വേല ഇങ്ക മുടിയാതെ എണ്ണ, മറിച്ചും തിരിച്ചും മാറിയും തിരിഞ്ഞും എല്ലാം ചോദ്യങ്ങൾ. 1000 രൂപയിൽ തുടങ്ങിയ ചാർജ് അവസാനം ഞങ്ങൾ 300 രൂപയിൽ എത്തിച്ചു. അങ്ങനെ ഓട്ടോയിൽ കയറി അവിടെ എത്തി. ഞങ്ങൾക്കായി സുഭിക്ഷമായ ഭക്ഷണമാണ് അവിടെ ഒരുക്കിയിരുന്നത്. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ രാത്രിയിലേക്കുള്ള ഭക്ഷണവും തന്നുവിടാൻ അവർ മറന്നില്ല. കൃത്യം 3 മണിക്ക് തന്നെ ഞങ്ങൾ MGR സ്റ്റേഷനിലെത്തി. ഇനി ഞങ്ങളുടെ അടുത്ത യാത്ര ആരംഭിക്കുന്നത് എഗ്മോർ സ്റ്റേഷനിൽ നിന്നാണ്. MGR സ്റ്റേഷനിൽ നിന്നും മെട്രോ പിടിച്ചാണ് എഗ്മോർ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോയത്. എഗ്മോർ സ്റ്റേഷനിലെത്തി അല്പം കാത്തിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനും എത്തി. യാത്രക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും അമീർ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ട്രെയിനിൽ കയറി സീറ്റെല്ലാം ഉറപ്പുവരുത്തി അല്പനേരം വിശ്രമിച്ചു. ഇനി ഡൽഹിയിലേക്കുള്ള യാത്രയാണ്. ഏകദേശം 1.5 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.